ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് വെജിറ്റേറിയൻ ചിക്കൻ കറിയാണ്. ഇതിനെ മോക്ക് ചിക്കൻ എന്നും പറയും. ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് സോയയാണ്. ടേസ്റ്റ് ശരിക്കും ഒറിജിനൽ ചിക്കൻ കറി പോലെ ഇരിക്കും. വളരെ ടേസ്റ്റിയാണ്. ഫ്രോസൺ പാക്കറ്റിലാണ് ഇത് വാങ്ങാനായിട്ട് കിട്ടുന്നത്. സോയ ബോളിനേക്കാളും ഇതിൻ്റെ ടെക്സ്ചർ വളരെ സോഫ്റ്റാണ്. അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ ചൂടുവെള്ളത്തിൽ ഇടേണ്ട ആവശ്യമില്ല. സാധാരണ പച്ചവെള്ളത്തിൽ ഇത് ഒരു 10 മിനിറ്റ് ഇട്ടതിന് ശേഷം ഞാൻ കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി കറി തയ്യാറാക്കാൻ വേണ്ടി 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം, 1 ബേ ലീഫ്, 2 പട്ട, ഒരു വലിയ തക്കാളി, 1/2 ടീസ്പൂൺ ഗാർലിക് ചതച്ചത്, 1/2 ടീസ്പൂൺ ഇഞ്ചി ചതച്ചത്, 2 പച്ചമുളക്, ഒരു വലിയ സവാള അരിഞ്ഞത്, തേങ്ങാപ്പാൽ ഞാൻ 1-ാം പാലും 2-ാം പാലും എടുത്തിട്ടുണ്ട്. മസാല പൗഡേഴ്സിൻ്റെ അളവ് ഞാൻ ചേർക്കുമ്പോൾ പറയാം. ഇനി കടായി ചൂടാക്കാനായിട്ട് വെക്കുക. കടായി ചൂടായതിന് ശേഷം എണ്ണ ഒഴിച്ചു കൊടുക്കുക. 2 പട്ട ചേർക്കുക, ബേ ലീഫ്, കൂടെ തന്നെ പെരിഞ്ജീരകവും ചേർത്ത് കൊടുക്കുക. ഇത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ആയതിന് ശേഷം സവാള ചേർത്ത് കൊടുക്കുക. ഇനി നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി ഇഞ്ചി ചതച്ചതും വെളുത്തുള്ളി ചതച്ചതും പച്ചമുളകും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇനി തക്കാളി ചേർത്ത് കൊടുക്കുക. ഇനി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, ഇത് ഇത്രയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. തക്കാളി നന്നായി വെന്തുടഞ്ഞതിന് ശേഷം വെജിറ്റേറിയൻ ചിക്കൻ്റെ പീസസ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി ഇതിലോട്ട് കുറച്ച് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുക. ഇനി ഇത് അടച്ചു വച്ച് ഒരു 10 മിനിറ്റ് വേവിക്കുക. ഇനി ഓപ്പൺ ചെയ്തിട്ട് തേങ്ങാപ്പാൽ 2-ാം പാൽ ഞാൻ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഞാൻ ടേസ്റ്റ് നോക്കിയപ്പോൾ ഉപ്പ് അല്പം കുറവായിട്ട് തോന്നി. അപ്പം ഞാൻ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഒരു 10 മിനിറ്റ് കൂടി അടച്ചു വെച്ച് ഒന്ന് വേവിച്ചെടുക്കുക. ഇനി ഓപ്പൺ ചെയ്തതിന് ശേഷം നല്ല കട്ടിയുള്ള 1-ാം പാൽ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. 1-ാം പാൽ ചേർത്താൽ പിന്നെ ഇത് തിളയ്ക്കാൻ പാടില്ല. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് ചൂടാക്കി എടുക്കാൻ പാടുള്ളൂ.
ഇനി ഞാൻ കുറച്ച് കറിവേപ്പില കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. വളരെ ടേസ്റ്റിയായ വെജിറ്റേറിയൻ ചിക്കൻ കറി തയ്യാറായിട്ടുണ്ട്. ഇത് വെജിറ്റേറിയൻസിന് പറ്റിയ വളരെ സ്വാദിഷ്ടമായ റെസിപ്പിയാണ്. നിങ്ങൾ എല്ലാ പേരും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.